നമസ്കാരം. ഞാനൊരു സത്യം നിങ്ങളോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കാപട്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. ആണോ? അതെന്താ കാരണം? മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. പിണറായി ആണോ പറയേണ്ടത്? എന്തിനാ? SDPIയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? അത് മൂപ്പര് പറയട്ടെ. നമ്മളെ സ്ഥിതി എന്താ സതീശേട്ടാ? SDPIയുടെ പിന്തുണ സതീശേട്ടനും UDF-നും ഉണ്ടോ ഇല്ലയോ? എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ? ആ നിലപാടല്ലേ നിൽക്കുന്ന, ആ നിലപാട് നിൽക്കല്ലേ. ഏത് നിലപാട്? എന്തിനാ എല്ലാ ദിവസവും ചോദിക്കുന്നത്? ഇപ്പൊ അങ്ങനെയായ നിങ്ങളിതൊന്നും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രി എടുത്ത അവസരമില്ലല്ലോ. അതല്ലാതെ നിക്കട്ട്. സതീശേട്ടന്റെ നിലപാടെന്താ? ഈ ദേശാഭിമാനിക്കാർക്കും കൈരളിക്കാർക്കും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ടില്ലേ, ചോദിച്ച ആൾക്കിട്ട് കിട്ടിയത് കണ്ടില്ലേ? SDPIയുടെ പിന്തുണ ചില മണ്ഡലങ്ങളിൽ ഉണ്ടല്ലോ UDF-നും. അത് വേണ്ടെന്ന് പറയോ? അല്ലല്ല, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളതല്ല ഈ പറഞ്ഞ കാര്യം എന്തിനാ വീണ്ടും പറയണത്? അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ആ പിണറായിക്ക് എന്തൊരു കാപട്യാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാപട്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. അല്ല പിന്നെ ഉറക്കപ്പറ സതീശേട്ടാ. അല്ലപ്പാ, SDPI വോട്ടിൽ നിങ്ങളെ നിലപാടിന്റെ സ്ഥിതി എന്താ? നിങ്ങൾ ഇതൊന്നും വായിക്കാറില്ലേ പറയുന്നത് വായിക്കല്ലോ, കേൾക്കുമല്ലേ ചെയ്യാ സതീശേട്ടാ? ഇവിടെ ചോദിക്കട്ടെ. നിങ്ങൾ മാത്രം ചോദിക്കില്ല. ഇവിടെ ചോദിക്കട്ടെ. അല്ലല്ല, ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചതോ? ഞങ്ങള് ഒരു സ്റ്റാൻഡിലാണ്. ആ സ്റ്റാൻഡ് അല്ലല്ല, അത് ഞാനല്ലല്ലോ UDF എടുത്ത. ഓ പാവൻ കേട്ടാ, UDF എടുത്തതാ. എന്നാലും ആ പിണറായി വിജയൻ കാപട്യമാണ്. ഇത് മുഴുവൻ ഹിപ്പോക്രസിയാണ്. എമ്മാതിരി കാപട്യം. എന്നിട്ട് അതൊന്നും പറയാതെ സതീശേട്ടനെ കാണുമ്പം SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS എന്നെല്ലാം പറഞ്ഞാൽ എന്താ ചെയ്യാ? ഈ പ്രസ് മീറ്റിലൊക്കെ ദേശാഭിമാനി, കൈരളി എന്ന് പറഞ്ഞ് തടി കഴിച്ചലാക്കി സതീശേട്ടൻ വല്ല ചാനലിലും പോയിരുന്നാലോ അവിടെ ഒരു ആശ്വാസം കിട്ടില്ല. എന്തെന്നറിയില്ല. ഇന്നലെ മീഡിയ വണ്ടിൽ നോക്കിയപ്പം അവിടെ പ്രമോദ് രാമൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. പറ്റിച്ചു കളഞ്ഞ്. പിണറായിന്റെ കാപട്യത്തിന് പകരം സതീശേട്ടന്റെ SDPI എന്നൊക്കെയാണ് മൂപ്പര് ചോദിച്ചതും പറഞ്ഞത്. നോക്ക്, അവർ PDP അവർക്ക് പിന്തുണ കൊടുക്കുമ്പോഴും SDPI അവർക്ക് പിന്തുണ കൊടുക്കുമ്പോഴും അതിനെ നിസാരമായി കാണുന്ന ഒരു മാധ്യമ രീതി ഉണ്ടല്ലോ, എനിക്ക് സത്യത്തിൽ പുച്ഛമാണ് കാണുമ്പോൾ. ഇത്രയും പുച്ഛിച്ചിട്ടും പ്രമോദ് രാമൻ ചോദിക്കാന്ന് നിങ്ങളും ആ വോട്ട് വേണ്ടെന്നുള്ള നിലപാട് എടുക്കുന്നില്ലല്ലോ എന്ന്. അല്ല, പ്രമോദിനോട് എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പ്രമോദ് ചോദിക്കുന്നതിന് യാതൊരുവിധ അടിസ്ഥാനമില്ല ഈ ചോദ്യത്തിന്. എല്ലാവരും ജനറലായിട്ട് വന്ന് നിങ്ങൾ പല അഭിപ്രായം അല്ലല്ല, നോ അങ്ങനെ പോയല്ലേ, അങ്ങനെ ചോദിച്ചു പോവല്ലേ. നോ സതീശേട്ടന്റെ നിലപാട് ചോദിക്കാൻ പറ്റൂല, പിണറായിന്റെ നിലപാട് ചോദിക്കാൻ പാടുള്ളൂ. ഈ പ്രമോദ് രാമൻ ഇത് എന്ത് കണ്ടിട്ടാണ്? എന്നാലും ആ പിണറായി ഒന്ന് പുറത്തു പറയുക, മറ്റത് വേറൊന്ന് ചെയ്യുക. അല്ല പിന്നെ സതീശേട്ടൻ അങ്ങനെയൊന്നും അല്ല എന്നുള്ള ബോധത്തിൽ നമുക്ക് നിൽക്കാം. അത് ചോദിച്ചാൽ ഉരുണ്ട് കളിക്കാനൊന്നും മൂപ്പരെ കിട്ടൂലട്ടാ. ഉരുണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിക്ക് അത് ചോദിച്ചപ്പോ ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ SDPക്കാരോട് ചോദിക്കൂ, വെൽഫെയർ പാർട്ടിക്കാരോട് പോയി ചോദിക്കൂ എന്നൊന്നും അല്ലല്ലേ ഞങ്ങള് മറുപടി പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞത് സതീശേട്ടാ? ക്ലാരിറ്റിയോടുകൂടിയാണ് മറുപടി പറഞ്ഞത്. ക്ലാരിറ്റി. അപ്പൊ ചിലര് ചോദിക്കാം, എന്നാ പിന്നെ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ സതീശേട്ടാന്ന്? നിങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ടും മറുപടി പറഞ്ഞു. ഒരു സ്റ്റാൻഡ് എടുത്താൽ സ്റ്റാൻഡ് മാറുമ്പോ നിങ്ങളെ അറിയിക്കാം. പോരെ. ചിരിച്ചു കഴിയുമ്പോഴേക്ക് അതാ വേറൊരാള്. നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കണ്ട. അതൊന്നും ചോദിക്കണ്ട. നിങ്ങൾ കുത്തിരിപ്പായിട്ട് ചോദ്യം ചോദിക്കണ്ട. വേണ്ട. അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ജനറൽ ആയിട്ടുള്ള UDFന്റെ തീരുമാനം പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഓരോ സ്ഥലത്തും ചോദിക്കുന്നത്. എന്നാ പിന്നെ അതായിക്കോട്ട്. റിപ്പോർട്ടർമാര് SDPI വിട്ടു. അപ്പോഴാണ് വേറൊരാള് വല്ലാത്തൊരു ചോദ്യം ചോദിച്ചത് സതീശേട്ടനോട്. കേട്ടോ? മുഖ്യമന്ത്രി LDF-ഉം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനത്തെ കുറിച്ചാണ്. വികസനം മുരടിപ്പാണെന്നൊരു അഭിപ്രായം കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ട് നിങ്ങൾ ഇതൊന്നും വായിക്കാറില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മുഖ്യമന്ത്രി പറയുന്നതും CPM പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിണറായിന്റെ വികസന മുരടിപ്പിനെതിരെ ഒന്നും പറയുന്നില്ല എന്നാ? സംവാദത്തിനൊക്കെ പോകാൻ ഒരുങ്ങിയ ആളല്ലേ വികസനത്തിന്റെ കാര്യത്തില്. അത് പോട്ടെ. അല്ലപ്പാ, വയനാട്ടില് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പിരിച്ച പൈസേന്റെ കാര്യോ? അതെങ്ങനെയാണ്? നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോ ഡെഡ് ലൈൻ പറയണം. നിങ്ങൾ വീട് വെക്കാണ്, അതൊക്കെ ആ പണി തീരുമ്പോ പറയും. പണി തീരുമ്പോ പറയൂല. അങ്ങനെയൊന്നും നിങ്ങളോട് കെട്ടിട നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. വീടിന് അപേക്ഷ പോലും കൊടുക്കാണ്ട് വീട് പണി തുടങ്ങുന്ന അന്ന് സതീശേട്ടൻ പറഞ്ഞില്ലപ്പാ. നിങ്ങള് ടോപ്പിക്ക് മാറ്റാൻ, ഇത്രയും ഞാൻ പറഞ്ഞ ടോപ്പിക്ക് മാറ്റി അവസാനം വയനാടിലൊക്കെ ഇത്രയെല്ലാം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടപ്പാ. പിരിച്ച പൈസ എത്രയാണെന്നും എവിടെയാണെന്നും പറഞ്ഞാൽ തീരുവല്ലേ ആ പ്രശ്നം? ഞാൻ ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ തന്നെ 4 ചോദ്യം
അതിനെപ്പറ്റി ചോദിച്ചു. അത് വേണ്ട, അതൊന്നും വേണ്ട. അത് ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ല. പറഞ്ഞു കഴിഞ്ഞു. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. വെരി ക്ലിയർ. അപ്പൊ രാഹുൽ ഗാന്ധിന്റെ 100 വീടിന്റെ പൈസ ഉണ്ടല്ലോ, അതിന്റെ കാര്യം അതപ്പോ തരും. പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കൂടെ ഇപ്പൊ ACC രാഹുൽ ഗാന്ധി പൈസ തരാമല്ലോ, അപ്പൊ അവരെപ്പം തരാമെന്ന് പറഞ്ഞു. അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല, അതൊന്നും അല്ലല്ല, കുറച്ച് പൈസയും കൂടി വേണ്ടി വരും ഞങ്ങൾക്ക്, വീട് പണി മൊത്തം പൂർത്തി. അത് അവരെപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അപ്പം തരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇതുവരെ തന്നിട്ടില്ല. അതും ഇതാണ് പ്രശ്നം. മൊത്തത്തിൽ ഒരു അലമ്പ് സെറ്റപ്പാണ് ആ വീട്ടിന് പിരിച്ച പൈസേന്റെ കാര്യത്തിൽ. അതുകൊണ്ടല്ലേ DYFIക്കാർ പറവൂര് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്യുന്നത്. അതിന് എന്റെ ഇവിടെ കൂടി വേറെ പണിയൊന്നുമില്ല അവർക്ക്. DYFIക്കാർക്ക് ഒരു പണിയില്ല. ആദ്യം പറഞ്ഞു എന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു DYFI നേതാവ്. എന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിപ്പിക്കാതെ പോടെ ചെറുക്കാന്ന് പറഞ്ഞു. അതെയാ? ഇവൻ ആരാ? ആരാ ഇവരുടെ ആരാച്ചാര? ആരാച്ചാരാ? ഈ ആരാച്ചാരം എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുന്ന ആളല്ലേ? കുടിൽ കെട്ടി സമരം ചെയ്യുന്നവരെ ആരാച്ചാരം എന്ന് വിളിക്കില്ലല്ലോപ്പാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കണതിന് മറുപടി പറയട്ടെ. ഇവരിവിടെ വന്ന് എന്നിട്ട് എന്റെ മണ്ഡലത്തിൽ കുടിൽ കെട്ടുന്നത് അവര് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? വയനാട് ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി കുടിൽ കെട്ടുമെന്ന് പറഞ്ഞു. കുടിൽ കെട്ടാ അടിച്ചു ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ അത്രയും കഷ്ടപ്പാട്? ആ കണക്കങ്ങ് പറഞ്ഞാ പോരെ സതീശേട്ടനെ? ഇവര് റോട്ടിലാ നാട്ടിലെവിടെ, നമ്മൾക്ക് വേറെ പണിയില്ലാതെ ചുമ്മാ നടക്കാണ്. എന്നാലും പിരിച്ച പൈസ ഏടിയായിരിക്കും? എത്രയായിരിക്കും? ഒടുക്ക എല്ലാരും കഴിഞ്ഞപ്പോ കൈരളി റിപ്പോർട്ടറും കൂടി ചോദിക്കുക സതീശേട്ടനോട്. അല്ലല്ല, നിങ്ങൾ തന്നെ ചോദിക്കണ്ട, കൈരളി മാത്രം ചോദിക്കണ്ട, നിങ്ങൾ മാത്രം ചോദിക്കണ്ട. അത് 6 ചോദ്യം ചോദിച്ചു. നീ വീടിന്റെ ഒന്നുമില്ല. 6 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഇനി വയനാട്ടിന്റെ കാര്യം, വീടിന്റെ കാര്യം മിണ്ടൂല, പിരിച്ച പൈസേന്റെ കാര്യം പറയൂല. എന്നാലും ആ പിണറായി എന്തൊരു കാപട്യാന്ന് ആലോചിക്കുമ്പോഴാണ് എനക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. എന്തൊരു കാപട്യമാണ്. അങ്ങയുടെ പേരാണോ പിണറായി വിജയൻ? സതീശേട്ടൻ പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവരെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവര് ഈ മുഖ്യമന്ത്രിയുടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായത് കേരളം മുഴുവൻ ചിരിച്ച് മണ്ണ് കപ്പി. മുഖ്യമന്ത്രി ഇവരെ ചീത്ത വിളിക്കുന്നത്, അതായത് കൈരളി ദേശാഭിമാനി അല്ലാത്ത ആളെ പുള്ളി തിരിച്ചു വന്നിട്ട് ചീത്ത വിളിക്കുന്നതും. ആ പത്രസമ്മേളനത്തിൽ തിരിച്ചു വന്നിട്ട് പിണറായി വിജയൻ ചീത്ത വിളിച്ചോ? പിണറായി ആണോ ചീത്ത വിളിച്ചത്? ആ പത്രക്കാരനാണോ? ഇതിൽ മാത്രം 2 വസ്തുതാവിരുദ്ധതകൾ സതീശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നുണയല്ല കേട്ടോ, വസ്തുതാവിരുദ്ധതകൾ. ഒന്ന്, ചീത്ത വിളിച്ചത് റിപ്പോർട്ടറാണ് എന്നുള്ളതാണ് വസ്തുത. മോശമാണ്, ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് വന്നത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് കണ്ടോ? ചോദ്യം മനസ്സിലുണ്ടായാ പോരാ, ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കല്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്നാലും ആ പിണറായി എന്തൊരു കാപട്യാന്നല്ലേ? കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ല പിന്നെ സതീശേട്ടൻ അങ്ങനെയൊന്നുമല്ല കേട്ടാ. 2006 ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ പോയി വിളക്ക് കൊളുത്തിയത് വരെ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചാൽ എന്താ സംഭവിക്കാന്നറിയാം? ഇതാ നോക്ക്. 2006 നടന്ന സംഭവത്തിനെ കുറിച്ചിട്ടും ക്ലാരിറ്റി വരുത്തിയില്ല. നിങ്ങൾ ഇനി ക്ലാരിറ്റി ഇല്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളേ, അത് പറഞ്ഞേ. എന്താ പറഞ്ഞത്? ഇന്നലെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. VD സതീശന്റെ ബൈക്കിലോ പത്രസമ്മേളനത്തിലോ വന്നിട്ട് കൈരളിക്കാരും ദേശാഭിമാനിക്കാരും മാക്സിമം പ്രകോപിപ്പിക്കുന്ന ചോദ്യം ചോദിക്കാം. സതീശേട്ടൻ പക്ഷെ മുഖ്യമന്ത്രിയെ പോലെയാണോ? മൂപ്പരെല്ലാ ചോദ്യത്തോടും പ്രതികരിക്കും കേട്ടാ. ഇതേ ചോദ്യം എന്നോട് എല്ലാ ദിവസവും ചെയ്യും. അതിലെ നിങ്ങളെ ആ ചോദ്യത്തിന് നിങ്ങളെ മറുപടി നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കിയാൽ എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പുറത്തെ പറഞ്ഞോണ്ടിരിക്കുക. എന്നാലും ആ പിണറായി വിജയൻ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്ന പ്രതിപക്ഷ നേതാവോ ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാലേ മൂപ്പർ അങ്ങനെയൊന്നുമല്ല, വേറെ മാതിരിയാണ്. ഇത് ഇങ്ങനെ പാവം ചോദിക്കുന്ന ഒരാളല്ല, പാവമാണ് ശരിക്കും. അത് അവിടെ നിന്നുള്ള ഡയറക്ഷനാണ്. അവിടെ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ട് ആ പാവം കിടന്ന് വിഷമിക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും VD സതീശനെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കണം. ഇന്നലെ മുഖ്യമന്ത്രി പെരുമാറിയതുപോലെ ഞാൻ ഇന്ന് പെരുമാറണം. എന്നാലും എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഞാൻ പെരുമാറില്ല, ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയാം. ചിരിച്ചുകൊണ്ട് പറയുമ്പം ചിലർക്ക് കരയുന്നത് പോലെ തോന്നുന്നതാണ്. ശരിക്കും കരയല്ല, മൂപ്പര് ശരിക്കും ചിരിക്കുകയാണ്. കാരണം എന്തെല്ലാം ചോദ്യമാണ്. എല്ലാം ദേശാഭിമാനി, കൈരളി എന്നൊക്കെ പറഞ്ഞ് ഉത്തരം മുട്ടുമ്പം തടി കഴിച്ചലാക്കുമ്പം ആർക്കായാലും ചിരി വരൂലേ? എന്തായാലും മീഡിയ വണ്ണിന്റെ എഡിറ്റർ പ്രമോദ് രാമനോടും സമീപനം ലേശം വ്യത്യസ്തം ആണ് എന്ന് വിചാരിക്കേണ്ട. വിഷയം വിളക്ക് കൊളുത്തൽ. പ്രമോദ് രാമൻ ചോദിച്ചു, പിന്നെ നടന്നത് ഇങ്ങനെയാണ്. 2006 നടന്ന
നിങ്ങളെ കൂടി ഇത് ആഘോഷിക്കുകയാണ്, മനസ്സിലായില്ലേ? ശരി. അല്ല, ഞാൻ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് മാത്രം. ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഘോഷിക്കുകയാണ്. അജണ്ട തന്നെ അജണ്ട അല്ല. പിന്നെ ശ്രീ സതീശൻ, എനിക്ക് ചോദ്യങ്ങളുണ്ട്. അരമണിക്കൂർ ഇമ്മാതിരി ചോദ്യം ചോദിച്ചാലേ വേഗം സമയം തീരൂട്ടാ. അരമണിക്കൂറായി സതീഷ് ചേട്ടന് പോണം. താങ്കൾക്ക് കറകളഞ്ഞ ആന്റി ഹിന്ദുത്വ വ്യക്തിത്വം ഈ സന്ദർഭത്തിലുണ്ടെങ്കിൽ അതിനൊരു കളങ്കമേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് താങ്കൾക്ക് ഇന്ന് തോന്നുന്നുണ്ടോ? അതിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഇന്റർവ്യൂ നിങ്ങളല്ല, താങ്കൾ എന്താണ് ഈ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കാര്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. മാത്രല്ല, ഹിന്ദുത്വ എന്ന സംജ്ഞ തന്നെ സതീഷ് ചേട്ടനും പിടിയിട്ടിട്ടില്ല. ഞാനൊരു ആന്റി ഹിന്ദുത്വം ഒന്നും അല്ല, ഞാൻ ഹിന്ദുത്വയാണെന്നാണ് പിന്നെയും പറയുന്നത്. ഞാൻ ആന്റി ഹിന്ദുത്വം എന്നല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല. ഹിന്ദു വിരുദ്ധനല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല, മനസ്സിലായില്ല? നിങ്ങൾ ഒരു താങ്കളുടെ ഈ ഇന്റർവ്യൂവിന് ഒരു അജണ്ടയുണ്ട്. താങ്കളുടെ ഈ ഇന്റർവ്യൂവിന് ഒരു അജണ്ടയുണ്ട്. താങ്കൾ എന്നെ വ്യക്തിപരമായി ഡാമേജ് ചെയ്യാന്നുള്ള ഒരു അജണ്ടയോടുകൂടി വന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ചെയ്ത ഒരു കാര്യം വീണ്ടും താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയനും CPM ചെയ്ത കാര്യത്തിൽ നിങ്ങൾ വെള്ളമൂഷിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ആ പിണറായി വിജയന്റെ ഒരു എട്ടത്താപ്പേ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇനിയിപ്പോ ആ സോണിയാഗാന്ധിന്റെ ഒപ്പം പോറ്റി മുതൽ ബെല്ലാരി രാജ വരെ സ്വർണ്ണക്കൊള്ള പ്രതികൾ ഒന്നാകെ പോയി ഫോട്ടോ എടുത്തതും പിണറായി വിജയന്റെ കാപട്യം തന്നെയാണോ? അല്ല, ഇവർക്ക് എങ്ങനെ ഈസി ആയിട്ട് സോണിയാഗാന്ധി അടുത്തെത്താൻ പറ്റിയ ഒരു വിഷയമുണ്ടല്ലോ. നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചോ. ഭയങ്കര പാടായിരുന്നു. കരുണാകരൻ അദ്ദേഹം എത്ര പ്രാവശ്യം കാണാതെ പോകുന്നറിയാം. എന്നാലും ഉത്തരവില്ലല്ലേ? എല്ലാത്തിലും വർത്തമാനം പറയാം. പാവം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് ഇന്നലത്തെ മറ്റേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട്. ചോദ്യം കേൾക്കുമ്പോ തന്നെ സതീഷ് ചേട്ടന്റെ ഭാവം ഗൂഢാലോചന ഭാവമാണ്. നോക്ക്, കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ചോദിച്ചത് ആ കാട്ടുപറമ്പൻ ചേട്ടനല്ലേ? സതീഷ് ചേട്ടൻ പേടിക്കണ്ട, ചോദ്യം കേട്ടിട്ടില്ല എന്ന് ഭാവിച്ച് നിന്നാ മതി കേട്ടോ. 50ാമത് ചോദ്യം എന്നോട് ആ പാത്രം കൊണ്ട് കയ്യിലിരിക്കുന്നവന്മാരിങ്ങനെ ചെയ്യിക്കല്ലേ. എന്നാലും ആ പിണറായി വിജയൻ എത്രാമത്തെ നോക്കി എന്നോട് ഇങ്ങനെ ഏറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കണ്ടതിന് ശേഷം പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രണോയ് റോയ് കേരളം തെരഞ്ഞെടുപ്പ് രംഗത്ത് സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയപ്പോൾ VD സതീശനോട് ഒരു ചോദ്യം ചോദിച്ചു. മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും സംഘവും റൂമറുകളും നറേറ്റീവുകളും സൃഷ്ടിച്ച് പ്രചരണം നടത്തുന്നത് എന്തിനാണെന്നാണ് മൂപ്പര് ചോദിച്ചത്. വസ്തുതകളോടെ പ്രചാരണം നടത്തിക്കൂടി ഇഷ്ടമാണ്. They are fighting on the basis of real performance, infrastructure, education, medicine. You are fighting on the ground. You gave a very good answer to that you have an alternative. But in your campaign, it's all rumors. They are with the BJP, there's a corruption, there's a dictatorship, all this, but not concrete. That was his question. What are you offering concrete and why aren't you giving it to the people? Yes, our narrative was our change. That this thing which no. VD സതീശൻ നിലപാടുകളുടെ രാജകുമാരനാണെന്ന് ആ പ്രണോയ് റോയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. കാപട്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നാലും ആ പിണറായി വിജയൻ